ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം. ഇന്ന് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു പഞ്ചാബിന്റെ ജയം. വിരസമായിരുന്നു മത്സരത്തിന് ആദ്യ പകുതി. ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമുകളും പ്രയാസപ്പെട്ടു. രണ്ടാം പകുതിയിൽ മെച്ചപ്പെട്ട ഫുട്ബോൾ കാണാനായി. 85-ാം മിനിറ്റിൽ ലിയോൺ അഗസ്റ്റിനെ ഫൗൾ ചെയ്തതിന് പഞ്ചാബ് എഫ്സിക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി അനായാസം ലക്ഷ്യത്തിലെത്തിച്ച് ലൂക്ക പഞ്ചാബിന് മുന്നിലെത്തിച്ചു. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു. പ്രീതം കോട്ടാൽ വലതുവിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് ഒരു മനോഹരമായ ഹെഡറിലൂടെ ജീസസ് ഗിമിനസ് വലയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും നിരാശ സമ്മാനിച്ച് 95-ാം മിനിറ്റിൽ നോവാസിലിച്ചിലൂടെ പഞ്ചാബ് വിജയ ഗോൾ കണ്ടെത്തി. നായകനായ അഡ്രിയാൻ ലൂണ ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ കളത്തിലിറങ്ങിയത്. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 58% ബോൾ പൊസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. 6 ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 397 പാസുകൾ 72% കൃത്യതയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് പഞ്ചാബ് എഫ്സി തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. സെപ്റ്റംബർ 22-ന് ഈസ്റ്റ് ബംഗാളിനെതിരായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.